MVDയുടെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടത്തിയിട്ടും വാഹനം വിട്ടുകൊടുത്തില്ല. വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ഓർഡറിലുള്ള മന്ത്രിയുടെ എതിർപ്പാണ് വാഹനങ്ങൾ തടഞ്ഞുവെക്കാൻ കാരണം എന്നാണ് സൂചന. വാഹനം വിട്ടുകൊടുക്കാൻ കാലതാമസമുണ്ടാവില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. വാഹന അലോട്ട്മെന്റ് ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. 52 വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിന് വാങ്ങിയത്. സെപ്റ്റംബർ 29-ന് സംഘാടന പിഴവും പരിപാടി കാണാൻ ആളില്ലെന്നും പറഞ്ഞ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം റദ്ദാക്കി. പിന്നാലെ ഒക്ടോബർ 10-നാണ് സകലമാന ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞിട്ടും വാഹനം വിട്ടുകൊടുത്തിട്ടില്ല. വാഹനമെടുക്കാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വന്ന ഉദ്യോഗസ്ഥർ വെറും കൈയോടെ മടങ്ങിപ്പോയി. വാഹനങ്ങൾ പേരൂർക്കട SAP ക്യാമ്പിലേക്ക് മാറ്റി. ഗതാഗത കമ്മീഷണർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് കഴിഞ്ഞ മാസം 27-ന് അലോട്ട്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കിയത്. പക്ഷേ മന്ത്രിക്കതിൽ തൃപ്തിയില്ല. രണ്ടാം തവണയാണ് മന്ത്രിയുടെ അതൃപ്തിയിൽ ഉദ്യോഗസ്ഥർ ദുരിതത്തിലായത്. ഇനി എന്ന് വാഹനം വിട്ടുകൊടുക്കുമെന്ന് ഒരു വിവരവുമില്ല. കാലപ്പഴക്കമുള്ള വാഹനം ഉപയോഗിക്കുന്ന ഓഫീസുകളുടെ ലിസ്റ്റ് എടുത്ത ശേഷം പുതിയ വാഹന അലോട്ട്മെന്റ് ഇറക്കുമെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.